പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളങ്ങനെ ഒരു വാർത്താ ദിനത്തിലേക്ക് കടക്കുകയാണ്. പ്രധാന വാർത്ത വരുന്നത് ദില്ലിയിൽ നിന്നാണ്. ഇന്നാണ് ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. ആരെന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി അറിയാം. അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയാവുക. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയും മത്സരരംഗത്തുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ്. 6 മണിക്ക് ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടാവുക. അംഗബലം അനുകൂലമായതിനാൽ ജയമുറപ്പിക്കുകയാണ് NDA. എന്നാൽ സഖ്യശക്തി കാണിക്കാമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം. വോട്ട് ഭിന്നിക്കുമോ എന്നതാണ് ആകാംക്ഷ. ക്രോസ് വോട്ട് വന്നാൽ മറ്റുള്ള തെരഞ്ഞെടുപ്പിലേതുപോലെ ഇവിടെ അറിയാനുള്ള വഴിയില്ല. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ചേർന്നാണ് തിരഞ്ഞെടുക്കുക. BJDയും BRSും ശിരോമണി അകാലിദളും വിട്ടുനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ NDAയുടെ വോട്ട് നിലവിൽ പ്രതീക്ഷിക്കുന്നത് മൊത്തത്തിലുള്ള വോട്ട് 781 നിന്ന് 769 ആകും. NDAയുടെ വോട്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടുകളൊന്നും ചോരില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് MP റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്കാദ്യം MPയുടെ വാക്കുകൾ കേട്ട് തുടങ്ങാം. ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യം അത് ഊട്ടിയുറപ്പിക്കുന്ന, അത് വ്യക്തമായി തെളിയിക്കുന്ന, മുൻപെന്നത്തെക്കാളും ഉള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. ഒരു കാരണവശാലും ചോരില്ല. എന്തെങ്കിലും ചോർച്ച ഉണ്ടായാൽ അങ്ങേപക്ഷത്തു നിന്ന് മാത്രമാണ് ചോർച്ച ഉണ്ടാകാനുള്ള ഏക സാധ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമുക്കൊപ്പം PR സുനിലും ആദിൽ പാലോടും ചേരുന്നു. ഒപ്പം കൊടിക്കുന്നിൽ സുരേഷും ആദിൽ പാലോടിനോടൊപ്പം ഉണ്ടെന്ന് കരുതുന്നു. നമുക്കാദ്യം PR സുനിലേക്ക് ഒന്ന് പോകാം. PR സുനിൽ, ഇന്നിപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. അങ്ങനെ വന്നാൽ രാധാകൃഷ്ണൻ തന്നെ 15ാമത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തീരും. പക്ഷേ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ ആകാംക്ഷ. നിലവിൽ NDAയിലെ JDU അതേപോലെ തന്നെ അകാലിദള് തുടങ്ങിയ പാർട്ടികളൊന്നും വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. BRS അടക്കം. അങ്ങനെ വന്നാൽ മൊത്തത്തിലുള്ള വോട്ട് കുറയും. അത് NDAയുടെ വോട്ടും കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ മുന്നണി പൂർണ്ണമായിട്ടും വോട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷേ ഒരു ശക്തി പ്രകടനമാവുകയും ചെയ്യും. അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അല്ലേ PR സുനിൽ? ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. രണ്ട് മുന്നണികൾക്കും, അത് NDA സഖ്യത്തിനും ഇന്ത്യ സഖ്യത്തിനും കരുത്ത് തെളിയിക്കുക എന്നതാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം എന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ NDA സഖ്യം പ്രതീക്ഷിക്കുന്ന മുഴുവൻ വോട്ടുകളും നേടിയെടുക്കാൻ സാധിക്കുമോ, അതല്ല അതിനപ്പുറത്തേക്ക് വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അടക്കം ശേഖരിച്ചുകൊണ്ട് ഒരു വലിയൊരു വിജയത്തിലേക്ക് NDAയുടെ സ്ഥാനാർത്ഥി എത്തുമോ എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കേണ്ട അത്രയും വോട്ടുകൾ മുഴുവനായും തന്നെ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്നത് അവർക്ക് അവരവരുടേതായ കരുത്ത് തെളിയിക്കാനാകുമോ എന്നതാണ്. നിലവിൽ രണ്ട് സഭയിലെയും അംഗബലം അനുസരിച്ച് 781 വോട്ടാണ് ആകെയുള്ളത്. അതിലിപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ BRS, BJD, അതുപോലെ തന്നെ അകാലിദൾ, ഈ പാർട്ടികൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പറയുന്നതോടുകൂടി 12 വോട്ട് അങ്ങനെ കുറയും. അതുകൊണ്ട് 769 വോട്ടായി ആകെ വോട്ട് കുറയുകയാണ്. ഇതിൽ NDA മുന്നണിക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന വോട്ട് എന്നത് 423 വോട്ടാണ്. അതായത് രണ്ട് സഭകളിലും NDAക്കുള്ള അംഗബലം എന്നത് 423 എന്നതാണ്. ഇന്ത്യ സഖ്യത്തിനാണെങ്കിൽ 322 വോട്ടുകൾ കൂടിയുണ്ട്. പിന്നെ ഇത് കൂടാതെ മറ്റുള്ളവരായി YSR പാർട്ടി അടക്കമുള്ള മറ്റ് 16 അംഗങ്ങളോ മറ്റ് കുറച്ച് അംഗങ്ങൾ കൂടി വരും. അപ്പോൾ ഈ YSR കോൺഗ്രസ് ഒക്കെ തന്നെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. YSR കോൺഗ്രസ് ഒരുപക്ഷെ NDA സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ YSR കോൺഗ്രസിന്റെ അംഗബലം അനുസരിച്ച് ഏതാണ്ട് 9 അംഗങ്ങൾ അവർക്ക് രാജ്യസഭയിൽ തന്നെയുണ്ട്. അപ്പോൾ ആ 9 അംഗങ്ങളുടെ പിന്തുണ CP രാധാകൃഷ്ണന് ലഭിക്കും. അങ്ങനെ NDA പ്രതീക്ഷിക്കുന്ന 423 വോട്ട് എന്നത് അതിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും BJP അവകാശപ്പെടുന്നത് 450-ലധികം വോട്ട് നേടിയെടുക്കുക എന്നതാണ്. അപ്പോൾ ആ 450-ലധികം വോട്ടുകൾ BJP നേടിയെടുക്കും എന്ന് അവകാശപ്പെടുമ്പോൾ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് അത്രയും വോട്ട് ലഭിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായും ആ വോട്ടുകൾ വരേണ്ടത് ഇന്ത്യ മുന്നണിയിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് അങ്ങനെയൊരു ചോർച്ച ഉണ്ടാകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു ചോർച്ച ഉണ്ടായാൽ അത് 322 അംഗബലം എന്നതിൽ നിന്ന് ഒരുപക്ഷെ 1 വോട്ടോ 2 വോട്ടോ കുറഞ്ഞാൽ പോലും അത് ഇന്ത്യ സഖ്യത്തിന് വളരെ ഒരു വലിയ തിരിച്ചടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഐക്യം ഇന്ത്യ സഖ്യത്തിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം നേതാക്കൾ
നേതാക്കളൊക്കെ തന്നെ അവകാശപ്പെടുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യം എന്നത് അത് തന്നെയാണ്. ഉള്ള അംഗബലം അതുപോലെ ഉറപ്പിച്ചു നിർത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമോ, അതിനപ്പുറത്തേക്ക് കടന്ന് ഇന്ത്യ സഖ്യത്തിൽ പിളർപ്പുണ്ടാക്കി വോട്ടുകൾ ഭിന്നിക്കാൻ NDA സഖ്യത്തിന് സാധിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ NDA യോഗം ദില്ലിയിൽ ചേർന്നിരുന്നു, ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേർന്നിരുന്നു. എല്ലാ അംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ NDA യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. BJP എല്ലാ അംഗങ്ങൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അകാരണമായി ആരും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കരുത് എന്നാണ് BJP നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ എല്ലാ വോട്ടുകളും, അതായത് എത്ര വോട്ടുകൾ ലഭിക്കാനുണ്ടോ ആ മുഴുവൻ വോട്ടുകളും ഉറപ്പാക്കാനുള്ള എല്ലാ നീക്കങ്ങളും രണ്ട് മുന്നണിയും വളരെ സജീവമായി തന്നെ നടത്തുകയാണ്. രാവിലെ 10 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. 1 മണിക്കൂറിനകം തന്നെ ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി ആരാണ് എന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരും.